with Romana. എൻ്റെ ചാനൽ കാണുന്നവർ ഇതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മുകളിലുള്ള ബെൽ ബട്ടൺ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാസ്ത ആണ്, ഇറ്റാലിയൻ ബേസ്ഡ് പാസ്ത ആണ്. സെയിം ഫ്ലേവറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഞങ്ങൾക്ക് വീട്ടിലുള്ള ഞങ്ങളെ മുറ്റത്ത് കിട്ടുന്ന സാധനം വെച്ച് തന്നെ ഉണ്ടാക്കാം. അത് ഞാൻ വീഡിയോ ക്ലിയറായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ പോയിട്ട് ഞങ്ങൾ വീഡിയോ നോക്കാം. ഞാൻ ഒരു 3/4 kg 750 ഗ്രാം പാസ്തയാണ് എടുക്കുന്നത്. അതിൻ്റെ മെജർമെൻറ്റാണ് ഞാൻ പറയുന്നത്. അതിലേക്ക് 2 സ്പൂൺ ഓയിലാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് സാധാ ഓയിൽ എടുത്താൽ മതി. അതിലേക്ക് 1 സ്പൂൺ ബട്ടർ, ഒരു 4 അല്ലി ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് 4 വലിയ തക്കാളി അരച്ചെടുത്തതും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. 1 മിനിറ്റോളം മിക്സ് ചെയ്താൽ മതി. അതിനുശേഷം ആവശ്യമുള്ള ഉപ്പ്. പിന്നെ ഞങ്ങൾ ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുത്തത്. അതിലേക്ക് ഒറിഗാനോ, പാർസ്ലി, ബേസിൽ ലീവ്സ്. ഇങ്ങനെ പറഞ്ഞാൽ ഈ ഹെർബ്സ് ഞങ്ങളുടെ അടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് അതിന് പകരം നാട്ടിൽ കിട്ടുന്ന കഞ്ഞിക്കുറുക്കൽ, തുളസി ഇല, മല്ലിയില, പുതിന ഇല ഇട്ടാൽ സെയിം ടേസ്റ്റാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അത് ഇട്ടാൽ മതി. അതിലേക്ക് പിന്നെ നമ്മൾ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാൻ ക്യാപ്സിക്കം മാത്രമാണ് ഇട്ടത്. നമുക്ക് ഏതും ഇടാം വെജിറ്റബിൾസ്. എന്നിട്ട് മൂടി വെക്കുക. ഒരു സ്ലോ ഫ്ലെയിമിൽ വെക്കണം. 5-10 മിനിറ്റ് മതി. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇതിലേക്കുള്ള വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കുക. അതിലേക്ക് 2 സ്പൂണ് ബട്ടർ നല്ലോണം മെൽറ്റ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് 2 സ്പൂണ് മൈദ അതിട്ടിട്ട് നല്ലോണം വിസ്കിൽ മിക്സ് ചെയ്യണം. സ്പൂണിൽ മിക്സ് ചെയ്യുമ്പോൾ അത് ലംസ് ആവും. ലംസ് ഇല്ലാതെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്ലെയിം സ്ലോ ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് 250 മില്ലി പാലാണ് എടുത്തത്. അത് 1 ഗ്ലാസിൻ്റെ അളവിലെ പാലും എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് മതി. അപ്പോഴത്തേക്ക് അത് റെഡിയാവും. അതിലേക്ക് ഞാനിപ്പോൾ ഇട്ടത് പാർസ്ലിയും ബേസിലും ഹെർബ്സാണ്. അതും ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മല്ലി, പുതിന, കഞ്ഞിക്കുറുക്കൽ, തുളസി ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ഇട്ട് കൊടുത്തിട്ട് വൈറ്റ് സോസ് ഞങ്ങൾ റെഡ് സോസിലേക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് 1.5 സ്പൂൺ ഷുഗർ ഇടാൻ മറക്കരുത്. ഇത് നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് ഒരു 3-4 സ്പൂണിൻ്റെ അത്ര ടൊമാറ്റോ കെച്ചപ്പ് ഇടുക. കുറച്ച് കുരുമുളക് പൊടി ഇടുക. എന്നിട്ട് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് എല്ലാം സെറ്റാവാൻ വേണ്ടി വെക്കുക. അതായത് വൈറ്റ് സോസും റെഡ് സോസും മിക്സ് ആവണം അതിലേക്ക്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് സോസേജാണ് ഫ്രൈ ചെയ്തിരുന്നത്. ഇത് ജസ്റ്റ് സോസേജ് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. ഇതിലേക്ക് മസാല ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇടയ്ക്കൊന്ന് ഇലക്കി കൊടുക്കാൻ മറക്കരുത്. വൈറ്റ് സോസൊക്കെ ഉള്ളത് കൊണ്ട് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നോൺ സ്റ്റിക്ക് പ്രത്യേകമായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. സോസേജ് ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ എടുക്കാം. ഞങ്ങൾക്ക് ചിക്കൻ സാധാ മാരിനേഷൻ, ചിക്കൻ ബ്രസ്റ്റ് എടുക്കണമെന്ന് മാത്രം. ബോൺ എടുക്കുന്നത് അത്ര നല്ലതല്ല. നമുക്കിങ്ങനെ കടിക്കുമ്പോൾ കിട്ടുമെന്നുള്ളൂ. ബോൺ ഇടുന്ന കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. സാധാ മുളക്, മഞ്ഞളും മല്ലി ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. ബ്രസ്റ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. വെജിറ്റബിൾസും ഇതിലേക്ക് ഞങ്ങൾക്ക് കോളിഫ്ലവറും ബ്രോക്കോലിയും ക്യാരറ്റ് അങ്ങനെ എല്ലാം ഇടാം. എന്നിട്ട് റെഡിയാക്കി വെച്ച പാസ്താണ് ഇത്. 750 ഗ്രാം പാസ്താണ്. ഞാൻ പെന്നി പാസ്താണ് എടുത്തത്. നിങ്ങൾക്ക് മാക്രോണി അങ്ങനെ വേണമെങ്കിലും എടുക്കുക. ഇതൊരു 20 മിനിറ്റ് വെള്ളം ചൂടായ ശേഷം 20 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് ചീസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഇട്ട് കൊടുത്ത്. നിർബന്ധമൊന്നുമില്ല. ഒരു 10 മിനിറ്റിനുള്ളിൽ എല്ലാം റെഡിയാവും. അപ്പോൾ ഞങ്ങൾ പാസ്ത റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.